കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ വള്ളക്കാലി ജംഗ്ഷനിൽ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നതിനെതിരെ പ്രതിഷേധം. നഗരവികസനത്തിനായി സർക്കാർ വില നൽകി ഏറ്റെടുത്ത ഭൂമി കയ്യേറുന്നതിനെതിരെയാണ് BJP പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മൂവാറ്റുപുഴ വള്ളക്കാലി ജംഗ്ഷനിൽ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നതിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. നഗരവികസനത്തിനായി സർക്കാർ വില നൽകി ഏറ്റെടുത്ത ഭൂമി സംരക്ഷിക്കണമെന്ന ആവശ്യവുമായാണ് BJP മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. കയ്യേറിയ സ്ഥലത്ത് പാർക്കിങ്ങിനായി ഉപയോഗിച്ചതോടെ പ്രതിഷേധം ആരംഭിച്ചത്. കൊടുംവളവായ വള്ളക്കാലി ജംഗ്ഷനിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടെന്നും അതിനാൽ ഇപ്പോൾ പാർക്കിംഗ് സൗകര്യത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്ത് അടിയന്തരമായി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നും BJP മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ ഈ നഗരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് പണി പൂർത്തിയായപ്പോൾ പൊതുവെ പാർക്കിംഗ് എല്ലാം നഷ്ടപ്പെട്ടു. കൈവരി പിടിപ്പിച്ചതോട് കൂടിയിട്ട് ഒരു വാഹനത്തിനും കയറിപ്പോകുവാനോ ഒതുക്കിയിടുവാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. നിരന്തരമായിട്ട് അപകടം നടക്കുന്ന ഒരു വളവാണ് ഈ വള്ളക്കാലി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ പാർക്കിംഗ് സ്പേസാണ് MLA ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ BJP അത് ആരോപിക്കുന്നത് ഇപ്പോൾ ഇവിടെ MLAയുടെ ഒരു ഓഫീസ് നിലവിലുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങാണിത്. ആ ബിൽഡിങ്ങിൻ്റെ അടിഭാഗം മുഴുവനും പൊളിച്ച് വേറൊരു സംവിധാനത്തിലേക്ക് വരികയും ആ സംവിധാനത്തിൻ്റെ എൻട്രൻസ് ഈ ശ്രീമൂലം ക്ലബിൻ്റെ കയ്യിൽ നിന്നും ഗവൺമെൻറ് പണം കൊടുത്ത് വാങ്ങി റോഡ് വികസനത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള സ്ഥലത്തേക്കാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും BJP ആരോപിക്കുന്നത്, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ആരോപിക്കുന്നത്, വ്യാപകമായ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ആ ബിൽഡിങ്ങിന് എൻട്രൻസ് എന്ന് പറയുന്നത് മുമ്പിലേക്കാണ് സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത്. അതിന് വാഹന പാർക്കിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ റോഡ് പണി പൂർത്തിയായപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് വരികയും ആ ബിൽഡിങ്ങിൻ്റെ അടിഭാഗം മുഴുവൻ പൊളിച്ച് ഈ പാർക്കിംഗ് സ്പേസിൽ നിന്ന് അതിൻ്റെ അകത്തേക്ക് വാഹനങ്ങളെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്ന സാഹചര്യമാണുള്ളത്. അത് തികച്ചും നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിൽ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ കൗൺസിലർമാർ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ നടുക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് നിലനിൽക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഇതിൽ പോകുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇരുമ്പിൻ്റെതാണ്. ACB ലൈൻ വലിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് സംവിധാനങ്ങൾ അതിൽ നിന്നും മാറ്റിയിട്ടില്ലാത്തതുകൊണ്ട് മഴക്കാലത്തും അല്ലാത്തപ്പോഴും ഒക്കെ അതിൻ്റെ അകത്ത് എർത്ത് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ നടുക്ക് ആ പോസ്റ്റ് വന്നപ്പോൾ വ്യാപകമായിട്ടുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൗൺസിലർമാർ നേരത്തെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷേ അത് അവിടെ നിന്ന് മാറ്റുവാനോ അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികൾ സ്വീകരിക്കുവാനോ MLAയോ മുനിസിപ്പാലിറ്റിയോ തയ്യാറായിട്ടില്ല. സർക്കാർ ഏറ്റെടുത്ത സ്ഥലം മതിൽ കെട്ടി സംരക്ഷിക്കണമെന്നും സ്വകാര്യ വ്യക്തികൾക്ക് എൻട്രൻസ് ആക്കാൻ വിട്ടുകൊടുക്കരുതെന്നും BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ B മോഹൻ, മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അനൂപ് KS, ജില്ലാ വൈസ് പ്രസിഡന്റ് രഘുനാഥൻ പിള്ള തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.